നമസ്കാരം. തടസ്സങ്ങളെല്ലാം മറികടന്ന് ലുലു ഗ്രൂപ്പിന്റെ പുതിയ ഷോപ്പിംഗ് മാൾ നിർമ്മാണം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് MD MA യൂസഫ് അലി പറയുകയാണ്. 5000 മുതൽ 8000 വരെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഈ മാൾ ആന്ധ്രാപ്രദേശിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വിശാഖപട്ടണത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഇൻവെസ്റ്റോപിയ CIA സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലുലു ഗ്രൂപ്പിന്റെ കൊച്ചിയിലെ ഷോപ്പിംഗ് മാൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മാളുകളിൽ ഒന്നായിരുന്നു. 8230 പേരാണ് ഈ മാളിനെ ആശ്രയിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നത്. വിശാഖപട്ടണത്തെ പുതിയ മാളും കൊച്ചിയുടെ മാതൃക പിന്തുടർന്ന് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെയായിരിക്കും നിർമ്മിക്കപ്പെടുക. മാൾ നിലവിൽ വരുന്നത് പ്രദേശത്തെ ചെറുകിട വ്യവസായങ്ങൾക്കും വ്യാപാരികൾക്കും വലിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് യൂസഫ് അലി വ്യക്തമായി പറയുന്നത്. വിശാഖപട്ടണത്തിന് പുറമെ വിജയവാഡയിൽ ഒരു ഫുഡ് പ്രോസസിംഗ് പ്ലാന്റും ഹൈപ്പർ മാർക്കറ്റും ലുലു ഗ്രൂപ്പ് ഉടൻ ആരംഭിക്കും. ആന്ധ്രാപ്രദേശിലെ മറ്റ് നഗരങ്ങളിലും സമാനമായ രീതിയിൽ ഒരു ഹൈപ്പർ മാർക്കറ്റുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതികളും ആലോചനയിലുണ്ട്. ഇത്തരം പദ്ധതികൾ വിദേശ നാണയ വരുമാനം വർദ്ധിപ്പിക്കുകയും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ലുലു ഗ്രൂപ്പ് MD ചൂണ്ടിക്കാട്ടി. വിജയവാഡയിലെ ഫുഡ് പ്രോസസിംഗ് പ്ലാന്റിന് പ്രദേശത്തിൽ ലഭ്യമായ സമൃദ്ധമായ അസംസ്കൃത വസ്തുക്കൾ പ്രയോജനപ്പെടുത്താനാകും. ലുലു ഗ്രൂപ്പിന്റെ ലോകമെമ്പാടുമുള്ള 38 ഫുഡ് പ്രോസസിംഗ് പ്ലാന്റുകൾക്ക് ഇവിടെ നിന്ന് തടസ്സമില്ലാതെ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാകാൻ ഈ പ്ലാന്റ് സഹായിക്കും. ഇത് തദ്ദേശീയരായ ഉത്പന്നങ്ങൾക്കും വലിയ നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആന്ധ്രാപ്രദേശ് ഓരോ ദിവസവും ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കുന്നുണ്ടെന്നും യൂസഫ് അലി പറയുന്നുണ്ട്. ലുലു ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാരുമായി വീണ്ടും സഹകരിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. മുമ്പ് വിശാഖപട്ടണത്ത് ഷോപ്പിംഗ് മാൾ നിർമ്മാണം ആരംഭിക്കാൻ ശ്രമിച്ചുവെങ്കിലും നിയന്ത്രണാതീതമായ കാരണങ്ങളാൽ അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങളിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് ലുലു ഗ്രൂപ്പ് വൻതോതിൽ പഴങ്ങളും പച്ചക്കറികളും കയറ്റുമതി ചെയ്യുന്നുണ്ട്. വിജയവാഡയിലെ പുതിയ ഫുഡ് പ്രോസസിംഗ് പ്ലാന്റ് ഈ കയറ്റുമതി കൂടുതൽ ശക്തിപ്പെടുത്തും. കർഷകർക്ക് മെച്ചപ്പെട്ട വിപണി ലഭ്യമാക്കുന്നതിനോടൊപ്പം പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് ഗുണകരമാകുമെന്നും വിലയിരുത്തലും ശക്തമാണ്. ലുലു ഗ്രൂപ്പിന്റെ ഈ പദ്ധതികൾ ആന്ധ്രാപ്രദേശിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകുമെന്നും വ്യവസായ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ലുലു ഗ്രൂപ്പിന്റെ സാന്നിധ്യം കൂടി വരുന്നതോടെ വിശാഖപട്ടണം, വിജയവാഡ തുടങ്ങിയ നഗരങ്ങൾ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന നിലയിൽ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാകും. മാൾ നിർമ്മാണത്തിനായി വിശാഖപട്ടണത്ത് ബീച്ച് റോഡിലെ 13.43 ഏക്കർ സ്ഥലം ലുലുവിന് പാട്ടത്തിന് നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഈ സ്ഥലം വ്യവസായ കോർപ്പറേഷന് വിട്ടുകൊടുക്കാൻ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റിയോട് സംസ്ഥാന സർക്കാർ അടുത്തിടെ നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം വിജയവാഡയിലെ ലുലുവിന്റെ പദ്ധതി സ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് പ്രതിസന്ധിയിലാണ്. വിജയവാഡയിലെ കണ്ണായ സ്ഥലം കൈമാറുന്നതിനെതിരെ CPM-ഉം തൊഴിലാളി യൂണിയനും രംഗത്ത് വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.